ഹലോ. കടുപ്പത്തിലൊരു കഥയുടെ 4ാമത്തെ സീസണിൽ 5ാമത്തെ സെഗ്മെൻ്റാണ് ഇന്ന്. ആദ്യ 4 എപ്പിസോഡുകളും അല്പം കടുപ്പം കുറഞ്ഞ കഥയായ മീഷ്കയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ചരിത്രത്തിലെ ഒരു നടന്ന സംഭവം കഥയായി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. പണ്ടൊരു കാലത്ത് ഒരിടത്തൊരിടത്തൊരിടത്ത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന മുത്തശ്ശി കഥകൾ നമ്മളെല്ലാവരും കേൾക്കുകയും പറയുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തുടങ്ങാവുന്ന ഒരു കഥയാണ് 16ാം നൂറ്റാണ്ടിൽ നടന്നത്. എൻ്റെ ഒപ്പം ഞാനിപ്പോൾ ഉള്ളത് ലെയ്ഡൻ റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ ഒപ്പം ഈ നാട്ടിലെ ഒരു ഹീറോയും ഉണ്ട്. കോർണേലിയസ് ജോപ്പൻസ് എന്ന കൊച്ചുമിടുക്കൻ. 1561 ജനനം. ജോപ്പൻസിന്റെ കയ്യിലുള്ള കെറ്റിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും. ആ കെറ്റിലിനും കോർണേലിയസ് ജോപ്പൻസ് എന്ന ഈ കുട്ടിക്കും ഈ നാടിന്റെ ചരിത്രത്തിൽ, ലെയ്ഡന്റെ ചരിത്രത്തിൽ വലിയ സാങ്കത്യമുണ്ട്. നെതർലാൻഡ്സും സ്പെയിനുമായി 1568 മുതൽ 1648 വരെ നീണ്ടുനിന്ന ഒരു വലിയ യുദ്ധമുണ്ടായിട്ടുണ്ട്. 80 Years വാർ, ദ ഡച്ച് റിവോൾട്ട് എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്ന്. സ്പെയിനിന്റെ അധികാരത്തിൽ നിന്ന് വിട്ടുമാറി സ്വതന്ത്ര രാജ്യമാകാൻ നെതർലാൻഡ്സിലെ ജനങ്ങൾ ശ്രമിച്ച അവരുടെ സ്വാതന്ത്ര്യ സമരം എന്നും നമുക്ക് വിശേഷിപ്പിക്കാനാവും. നെതർലാൻഡ്സിലെ അനവധി പ്രമുഖരായ പ്രഭുക്കളിൽ അഥവാ നോബിൾസിൽ വലിയ സ്ഥാനമായിരുന്നു വില്യം ഓഫ് ഓറഞ്ചിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെയും ദ സീ ബഗേഴ്സ് എന്നറിയപ്പെടുന്ന വിമോചനവാദികളുടെയും നേതൃത്വത്തിലായിരുന്നു സ്പെയിനെതിരെയുള്ള പ്രക്ഷോഭം നടന്നിരുന്നത്. ഒരു ഘട്ടത്തിൽ കൂടെയുള്ളവരൊക്കെ അസാസിനേറ്റ് ചെയ്യപ്പെടുകയും കുറച്ചു നാളത്തേക്കെങ്കിലും മാറി നിൽക്കണം എന്ന ആവശ്യമുണ്ടായപ്പോൾ വില്യം ഓഫ് ഓറഞ്ച് ജർമ്മനിയിലേക്ക് തൽക്കാലത്തേക്ക് മാറുകയുണ്ടായി. ഈ തക്കം നോക്കി നെതർലൻഡ്സിന്റെ ഓരോരോ പ്രവിശ്യകളെ കീഴടക്കി ലെയ്ഡനിലെത്തിയ സ്പാനിയാർഡ്സ് നെതർലൻഡ്സിലെ പല പ്രവിശ്യകളിലും കാണാത്തതുപോലെ ലെയ്ഡനിലെത്തിയപ്പോൾ ഇവിടുത്തെ മേയറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് കനത്ത പ്രതിരോധമാണ് ജനങ്ങൾ തീർത്തത്. കുറച്ച് നാളുകൾ മുന്നോട്ട് പോയപ്പോൾ ആഹാരത്തിനും മറ്റു പല വസ്തുക്കൾക്കും ക്ഷാമവും ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നൊരവസ്ഥയും വന്നപ്പോൾ കോട്ട തുറന്നു കൊടുക്കാം എന്നൊരഭിപ്രായത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നു. അവരുടെ മുന്നിലേക്ക് സ്വന്തം കാൽ നീട്ടിക്കൊണ്ട് മേയർ പറഞ്ഞത്, നിങ്ങൾ ആദ്യം എൻ്റെ കാൽ മുതൽ ഭക്ഷിച്ചു തുടങ്ങൂ, അത് കഴിഞ്ഞ് വിശപ്പ് മാറുന്നില്ല എങ്കിൽ കോട്ട തുറക്കാം എന്നാണ്. അത്ര നാളും പിടിച്ചു നിന്ന ഒരു ജനതയ്ക്ക് പ്രചോദനമാകാൻ ഇതിൽ കൂടുതൽ വാക്കുകൾ വേണ്ടിയിരുന്നില്ല. അവർ അവരുടെ മനസാന്നിധ്യം കൊണ്ടും മനഃശക്തി കൊണ്ടും പ്രതിരോധം തുടരുക തന്നെ ചെയ്തു. അപ്പോഴേക്കും വില്യം ഓഫ് ഓറഞ്ച് കൂടുതൽ ശക്തിയുമായി ആയുധബലവും ആൾബലവും ഒക്കെയായി സീ ബഗേഴ്സ് എന്ന വിമോചനവാദികളുടെ സഹകരണത്തോടു കൂടി തന്നെ ലെയ്ഡനിലെത്തിയിരുന്നു. ലെയ്ഡന്റെ അതിർത്തിയിലുണ്ടായിരുന്ന ഡൈക്സ് പൊട്ടിച്ച് ഈ രാജ്യത്തേക്ക് വെള്ളം കയറ്റുക എന്നത് അവരുടെ പ്രധാന യുദ്ധതന്ത്രമായിരുന്നു. അന്നും ഇന്നും സ്പെയിനിലുള്ളവർക്ക് ജലത്തോടുള്ള പേടി എല്ലാവർക്കും അറിയാവുന്നതാണ്. വെള്ളം കയറി തുടങ്ങിയപ്പോൾ ഉയർന്ന സ്ഥലം എവിടെയാണെന്നറിയാതെയോ എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെയോ ജലഭീതി ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ നിന്ന നിൽപ്പിൽ സ്പാനിയാർഡ്സ് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഇതൊന്നും അറിയാതെ നമ്മുടെ കൊച്ചു മിടുക്കൻ കോർണേലിയസ് ജോപ്പൻസ് ഫോർട്ടിൽ നിന്ന് ആരും അറിയാതെ തന്നെ പുറത്തേക്കിറങ്ങി എന്തെങ്കിലും ആഹാരം കഴിക്കാൻ കിട്ടുമോ എന്ന നോട്ടവുമായി എത്തിച്ചേർന്നത് ഉണ്ടാക്കിയ ആഹാരം കഴിക്കാനോ എടുക്കാനോ നിൽക്കാതെ ഓടിപ്പോയ സ്പെയിൻകാരുടെ പട്ടാള ക്യാമ്പിലായിരുന്നു. അവിടെ എത്തിയ കോർണേലിയസ് കണ്ടത് ഒരു കെറ്റിലിൽ ഇരിക്കുന്ന ഹോട്ട്സ്പുട്ട് എന്ന ആഹാരമാണ്. കിട്ടിയ ഉടനെ അത് കഴിക്കാൻ നിൽക്കാതെ അത്ര കനത്ത വിശപ്പുണ്ടായിട്ടും കോട്ടയിൽ തന്നോടൊപ്പം ഉള്ളവരെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് കെറ്റിലുമായി കോർണേലിയസ് തിരികെ ഫോർട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും വില്യം ഓഫ് ഓറഞ്ചും സീ ബഗേഴ്സും അവിടെ എത്തുകയും ലെയ്ഡൻ സ്വതന്ത്രമായി എന്ന സന്തോഷ വർത്തമാനം അറിയിക്കുകയും ചെയ്തു. സീ ബഗേഴ്സ് കൊണ്ടുവന്ന ഹെറിങ് എന്ന മീനും വൈറ്റ് ബ്രെഡും അന്നു മുതൽ ലെയ്ഡനിൽ വളരെ പ്രസിദ്ധമാണ്. അപ്പോഴേക്കും അവിടെ തിരികെ കോട്ടയിൽ എത്തിച്ചേർന്ന കോർണേലിയസിന്റെ കയ്യിലുള്ള കെറ്റിലും ആഹാരവും കണ്ടപ്പോൾ
കോട്ടയിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് അതീവ സന്തോഷവും സ്നേഹവുമാണ് ആ ചെറിയ ബാലനോട് തോന്നിയത്. എത്ര വിശപ്പിലും തൻ്റെ വയറിൻ്റെ കാര്യം മാത്രം ആലോചിക്കാതെ കിട്ടിയ കുറച്ച് ആഹാരം എല്ലാവരുമായി പങ്കിടാൻ കാണിച്ച ആ മനസ്സ്. വില്യം ഓഫ് ഓറഞ്ച് രാജ്യത്തോടുള്ള, നെതർലാൻഡ്സ് എന്ന രാജ്യത്തോടുള്ള ലെയ്ഡനിലെ ജനങ്ങളുടെ പ്രതിബദ്ധതയും രാജ്യസ്നേഹവും കണക്കിലെടുത്ത് പ്രസിദ്ധമായ ലെയ്ഡൻ യൂണിവേഴ്സിറ്റി രാജ്യത്തിന് സമ്മാനമായി കൊടുക്കുകയാണ് ചെയ്തത്. തങ്ങളോടുള്ള കരുതൽ കാണിച്ച കോർണേലിയസ് എന്ന കൊച്ചു ബാലനെ ലെയ്ഡൻകാരും മറന്നില്ല. ലെയ്ഡൻ റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള കോർണേലിയസിന്റെ ഈ പ്രതിമയുടെ പിറകിലുള്ള കഥ അതാണ്. ലെയ്ഡൻ സ്വതന്ത്രമായ ഒക്ടോബർ 3 ലെയ്ഡൻ ഓൺസെറ്റ് എന്ന പേരിൽ ലിബറേഷൻ ഡേ ആയി ആഘോഷിച്ചു വരുന്നു. വില്യം ഓഫ് ഓറഞ്ചിന്റെ പിൻതലമുറയാണ്, ആ ഡൈനാസ്റ്റി തന്നെയാണ് ഇപ്പോഴും നെതർലൻഡ്സിലെ രാജകുടുംബം. ഹോട്ട്സ്പോട്ട് എന്ന ആഹാരവും കോർണേലിയസ് എന്ന ബാലന്റെ ധീരതയും സഹജീവികളുള്ള സ്നേഹവും ഒരു കൊണ്ടാടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ലെയ്ഡൻ ലിബറേഷൻ ഡേക്ക് എല്ലാവരും എല്ലാ വീടുകളിലും കൃത്യമായി പാകം ചെയ്യുന്നതാണ് ഹോട്ട്സ്പോട്ട്. പൊട്ടറ്റോയും ക്യാരറ്റും ഉള്ളിയും യാതൊരു മസാലകളുമില്ലാതെ ഉപ്പ് മാത്രം ചേർത്ത് സൂപ്പ് രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഹോട്ട്സ്പോട്ട്. തൻ്റെ 10 വയസ്സുവരെ അനാഥനായിരുന്ന കോർണേലിയസ് ഒരു രാജ്യത്തിൻ്റെ മുഴുവനും സ്നേഹവും ആദരവും ഏറ്റുവാങ്ങി സനാഥനായാണ് പിന്നീടുള്ള കാലം ജീവിച്ചത്. ചരിത്രത്തിൽ നമ്മൾ അറിയാത്ത ധാരാളം കഥകളുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞ കഥ നിങ്ങൾക്കൊക്കെ ആസ്വാദ്യമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു. കൂടുതൽ പേരിലേക്ക് കഥകൾ ഷെയർ ചെയ്ത് എത്തിക്കും എന്ന പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി കാണാം.